ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ വിശ്വാസയാത്രയിലെ ഏറ്റവും വിശുദ്ധമായ വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അന്ന് ജെറൂസലമിലെ നഗരവീഥികളിൽ ഓശാന മുഴക്കിയ ആ പഴയ സ്മരണകൾ ഇന്ന് നമ്മുടെ ഇടവകയിലും മാറ്റൊലി കൊള്ളുന്നു. പ്രസിദ്ധനായ ഒരു ചിത്രകാരൻ ഒരിക്കൽ ഈശോ ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്ന ഒരു ചിത്രം വരച്ചു. ഈ ചിത്രം കണ്ട ഒരാൾ ഈ ചിത്രകാരനോട് ചോദിച്ചു, ഈ വാതിലിൽ പിടി പുറത്തില്ലല്ലോ, ഈശോ എങ്ങനെ അകത്ത് കയറും? അപ്പോൾ ചിത്രകാരൻ പറഞ്ഞു, ഈ വാതിലിൻ്റെ പിടി അകത്താണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഓശാന നൽകുന്ന വലിയ പാഠം. അന്ന് ജെറൂസലമിൻ്റെ നഗരവാതിലുകൾ തുറക്കപ്പെട്ടു. ഈശോ ആഗ്രഹിക്കുന്നത് കല്ലും മണ്ണും നിറഞ്ഞ നഗരവാതിലുകളല്ല, മറിച്ച് നമ്മുടെ ഹൃദയമാകുന്ന വാതിലുകളാണ്. ഈ വാതിലുകൾ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ഈശോയ്ക്ക് നമ്മുടെ ഉള്ളിൽ കടക്കാനാവൂ. സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായി പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവാകുന്ന രാജാവ് വരുന്നത് കാണുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ നീ തുറന്നിടുക, നിന്റെ ആത്മാവിനെ നീ വിശാലമാക്കുക. അപ്പോൾ മഹത്വത്തിൻ്റെ രാജാവ് നിന്റെ ഉള്ളിൽ പ്രവേശിക്കും. നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും ദേഷ്യവും പാപവുമാകുന്ന തടസ്സങ്ങൾ മാറ്റി നമ്മുടെ വാതിലുകൾ തുറന്ന് ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 5-ാം തിരുവചനം ഇപ്രകാരം നാം വായിക്കുന്നു: സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവം അധികാരത്തിൻ്റെ ദൈവമല്ല, മറിച്ച് വിനയത്തിൻ്റെ കുപ്പായമണിഞ്ഞ് സ്നേഹിക്കാൻ വരുന്നവനാണെന്നാണ്. നമ്മുടെ കയ്യിലെ കുരുത്തോലകൾ വെറും അലങ്കാരമല്ല. അന്ന് ജനങ്ങൾ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചത് ഈശോയെ പൂർണ്ണമായും തങ്ങൾക്ക് സമർപ്പിച്ചു എന്നതിൻ്റെ അടയാളമായിരുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഈ കുരുത്തോലയുമായി വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് കാണുമ്പോഴൊക്കെ ഈശോയോട് ഇപ്രകാരം പറയുക: ഈശോയെ, അങ്ങാണ് എൻ്റെ രാജാവ്, അങ്ങ് എന്നെ ഭരിക്കണമേ. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഭയാകുന്ന വലിയ കുടുംബത്തിലെ അംഗങ്ങളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും സമാധാനത്തിൻ്റെ വക്താക്കളാകാം. വിദ്വേഷത്തിൻ്റെ പാത വിട്ട് വിനയത്തിൻ്റെ പാത സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ആഴ്ചയിൽ വെറും ഒരു കാഴ്ചക്കാരാകാതെ ഈശോയുടെ കഷ്ടപ്പാടിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുപറ്റുന്ന വിശ്വാസികളാകാം. അന്ന് ജെറൂസലമിൽ മുഴങ്ങിയ അതേ ആരവത്തോടെ നമുക്കും വിളിച്ചു പറയാം: ദാവീദിൻ്റെ പുത്രന് ഓശാന. ഏവർക്കും കൃപ നിറഞ്ഞ ഒരു വലിയ ആഴ്ച ആശംസിക്കുന്നു. നന്ദി.